വായി ജോൺസൺ പാസ്റ്റർ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. और ऐसे इस मीटिंग में संबंधित होने के लिए परमेश्वर ने ऐसा एक अवसरों को प्रदान किया। मैं प्रभु का धन्यवाद देता हूँ। തന്റെ മകനെ ദൈവം ഈ നാളുകളിൽ അതിനൊരു മുഖാന്തരമാക്കി മാറ്റിയല്ലോ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. अपने बेटे को प्रभु ने एक जरिया बनाया, इसलिए मैं प्रभु का धन्यवाद देता हूँ। എന്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. मेरे सामने उपस्थित हर एक प्रभु के लोगों के लिए मैं प्रभु का धन्यवाद करता हूँ। ഇന്ന് പകലിലും ഇന്ന് പ്രഭാതം കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കിയതിനായി എല്ലാ ദൈവങ്ങളും കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. आज सुबह के समय देखने के लिए परमेश्वर ने हमें एक और मौका दिया, इसलिए हर एक प्रिय लोग अपने हाथों को उठाकर प्रभु का धन्यवाद करेंगे। ഇന്നത്തേക്കുള്ള ജീവമന്ന ദൈവം നമുക്ക് നൽകും. ഈ ബലത്തോടെ ഈ വചനത്തോടെ ഇന്ന് പകലിൽ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോവുക. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കുമുള്ള സൊല്യൂഷൻ അതിനകത്ത് കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. आज के दिन के लिए जो वचन है, जो मन्ना है, वो परमेश्वर आपको देंगे और वो सामर्थ के साथ आप अपने कार्यों में निकल जाए। प्रभु हर एक कार्यों का, हर एक समस्याओं का हल आपको प्रदान करेगा। ഇങ്ങനെ ഒരു ട്രാൻസ്ലേറ്റർ ലഭിച്ചതിനായി ഞാൻ കർത്താവിന് സ്വോത്രം ചെയ്യുന്നു. ശ്രീ തജ് ഓർത്ത് കർത്താവിന് സ്വോത്രം ചെയ്യുന്നു. ऐसे एक अनुवादक को मिला, इसलिए मैं प्रभु का धन्यवाद करता हूँ। കാരണം ഞാൻ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇദ്ദേഹത്തെ തന്നെയായിരുന്നു എനിക്ക് ട്രാൻസ്ലേറ്റ് കിട്ടിയത്. ഒരു വർഷം മുമ്പാണെന്ന് തോന്നുന്നു. कारण मैं ऐसे समझता हूँ कि पिछले बार भी शायद एक साल पहले था कि ऐसा मैं मुझे सेम एक ऐसा अनुवादक को प्रभु ने दिया था। അദ്ദേഹം ആ ഒരു എന്താ പറയുന്ന ആ പറയുന്നതിനോട് അനുബന്ധിച്ച് അതുപോലെ തന്നെ ആ ഫ്ലോയിൽ പോകാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. और उन्होंने जो बोलता है उसी के संबंधित बातों को बोलकर उसी लय में वो आगे जाते हैं। തന്റെ മകനെ ദൈവം ഉപയോഗിക്കുന്നല്ലോ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु अपने दास को उपयोग करने दे और प्रभु का नाम उनके जीवन से ऊंचा उठाने पाए। എന്നാൽ കഴിഞ്ഞ മാസത്തിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. पिछले महीने पारिवारिक जीवन में प्रवेश करने के लिए परमेश्वर ने अनुग्रह दिया। എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഏകനായിരുന്നു. എന്നോട് വ്യക്തിപരമായുള്ള ബന്ധത്തിനകത്ത് ദൈവിക പദ്ധതികൾ പൂർത്തീകരിച്ചു. पिछले समयों में मैं अकेला था और व्यक्तिगत रीति से परमेश्वर का जो मेरे जीवन में इच्छाएं थी वो प्रभु मेरे जीवन से पूरा किया। എന്നാൽ കുടുംബമായുള്ള പദ്ധതികളിലേക്ക് ദൈവം കൈപിടിച്ച് ഉയർത്താൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്നു. और इसके पश्चात परमेश्वर ने पारिवारिक जीवन में अपनी योजनाओं को पूरा करने के लिए प्रभु मुझे हाथ पकड़कर उस कार्यों में मुझे ले चल रहा है। കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर का नाम उसी के द्वारा ऊंचा उठने पाए। ഞാൻ अധികം ഇൻട്രൊഡക്ഷനിലൂടെ കടക്കുന്നില്ല. ഞാൻ വചനത്തിലേക്ക് കയറാൻ പോവുകയാണ്. मैं ज्यादा परिचय की ओर में बढ़ना नहीं चाहता हूँ, मैं वचन के ओर में ध्यान अपना ले चलना चाहता हूँ। എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. सभी लोग प्रार्थना पूर्वक प्रभु की उपस्थिति में बैठे। ഓരോ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് വചന ശുശ്രൂഷയാണ്. एक एक सेवकाई का सबसे महत्वपूर्ण हिस्सा जो है वो वचन में से बोलना या बातें करना है। ആരാധന എന്ന് പറയുന്നത് ജനത്തെ ഒരുക്കുന്ന ഒരു ശുശ്രൂഷയാണ്. आराधना जो है लोगों को प्रभु की उस वचन या उस आत्मा में ले चलने वाला एक सेवकाई है। വിവിധ സാഹചര്യങ്ങളിൽ വിവിധ അവസ്ഥയിൽ ഇരിക്കുന്ന ജനത്തെ സ്വർഗവുമായി കണക്ട് ചെയ്യുന്നതാണ് ദൈവിക ആരാധന എന്ന് പറയുന്നത്. अलग अलग उपस्थिति में, अलग अलग परिस्थिति में बैठे हुए लोगों को प्रभु के साथ जोड़ने वाला एक कार्य है आराधना। അതായത് ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി ജനത്തെ ഒരുക്കപ്പെടുകയാണ് ആരാധനയിലൂടെ. इसका अर्थ यह है कि परमेश्वर अपनी सेवकाई के लिए लोगों को या प्रभु के वचन की सेवकाई के लिए लोगों को आराधना एक साथ लेकर आता है। ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആരാധനയിൽ ഒരുക്കപ്പെടുന്ന ജനം പറയപ്പെടുന്ന ദൈവിക വചനങ്ങളെ സ്വീകരിക്കാൻ തക്കവണ്ണം അവർ പ്രാപ്തരാണ്. और इसका एक विशेषता यह है क्योंकि आराधना में जो लोग तैयार हो जाते हैं तो आगे आने वाला वचन के लिए भी वे लोग तैयार रह जाते हैं। ആ വചനം എങ്ങനെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമോ അതിനുവേണ്ടി നാം അനുവദിക്കപ്പെടുകയാണ് ചെയ്യുന്നത്.
वचन कैसे उनके जीवन में कार्य करना है, उसी के लिए हम अपने जीवन को समर्पित कर देते हैं। ആ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലൈഫിനകത്ത് നിവൃത്തീകരിക്കാൻ തക്കവണ്ണം കാരണമായി തീരും. वचन में जो बातें बताया गया है वो हमारे जीवन के अंदर पूरा होने का एक कारण वो बन जाता है। സ്തോത്രം. ഞാൻ എൻ്റെ അകത്ത് കർത്താവ് തന്ന ഒരു ചെറിയ ചിന്ത, ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. मेरे കൊരിന്ത്യർ പറഞ്ഞു പാസ്റ്റർ। പറഞ്ഞു പക്ഷേ मेरे हृदय के अंदर परमेश्वर ने जो दिया हुआ वचन है मैं आपके बीच में बांटना चाहता हूँ। കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. पहला कुरिन्ती दूसरा अध्याय उसका 9वां वचन को हम पढ़ेंगे। ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. സ്തോത്രം. അതുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗം കൂടെ ഒന്ന് വായിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാവും. उसी से संबंधित एक और आयत को पढ़ना। उत्पत्ति का पुस्तक वाक्य निर्देशन ഉൽപ്പത്തി 22-ന്റെ 13-ാമത്തെ വാക്യം. उत्पत्ति का पुस्तक അബ്രഹാം 22 തലപൊക്കി നോക്കിയപ്പോൾ ആ അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. നൽകപ്പെട്ട വചനത്തിനായി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാവോ? Praise the Lord. Hallelujah. धन्यवाद। നമുക്ക് ഒരു വാക്കിന് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങള് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. കർത്താവെ, വചനം ജീവനായി വ്യാപരിക്കട്ടെ, അത് ശക്തിയായി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ വചനം സ്വീകരിക്കുന്നതിന് ഈ വചനം ആമേൻ വ്യക്തിപരമായ ജീവിതങ്ങൾക്ക് നിൽക്കുന്നതെല്ലാം യേശുവിൻ നാമം ചൊല്ലി ഞങ്ങൾ പ്രഭാതത്തിൽ ബന്ധിക്കുക. ദൈവ വചനം ശക്തിയായി വ്യാപരിക്കട്ടെ, ജീവനായി വ്യാപരിക്കട്ടെ, ജനത്തിന് ബലമായി മാറട്ടെ. അവരുടെ വാഗ്ദത്തങ്ങൾ ഫുൾഫിൽ ചെയ്യട്ടെ കർത്താവേ. അവരുടെ മേൽ ദൈവത്തിന്റെ കൃപകൾ വർദ്ധിക്കട്ടെ കർത്താവേ. പ്രതികൂലങ്ങളെ ജയിക്കാം നീ കൃപകളെ പകരണം കർത്താവേ. കൃപാവരങ്ങൾ ജ്വലിക്കപ്പെടട്ടെ കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഇവിടെ നാം വചനം വായിക്കുമ്പോൾ, പുതിയ നിയമത്തിന്റെ ഭാഗത്ത് നാം എടുക്കുമ്പോൾ, यहाँ पे जब हम वचन पढ़ते हैं और नए नियम के भाग में जब जाते हैं, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് परमेश्वर अपने प्रेम रखने वालों के लिए जो बातों को तैयार कर रखा है, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ല. ना तो कोई आंखों ने देखा है, ना तो कोई कानून के द्वारा सुना गया है, ना मनुष्य के चित्त में उसी के बारे में कई बातों को दिया भी गया है। അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്, इसलिए वचन इस प्रकार से कहता है, തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ ദൈവം സ്നേഹിച്ചു. अपने पुत्र को देने के लिए परमेश्वर ने संसार से इस प्रकार से प्रेम किया। നാം പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ, हम पुराने नियम में जब हम जाते हैं, തന്റെ ഭക്തനായ അബ്രഹാമിനെ കുറിച്ച് ദൈവം ഇങ്ങനെ പറയുന്നു. अपने भक्त अब्राहम के विषय में प्रभु इस प्रकार से कह रहा है, ദൈവം ജാതികളുടെ പിതാവെന്ന്, വിശ്വാസികളുടെ പിതാവെന്ന് ദൈവം അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. जातियों का पिता या विश्वासियों का पिता करके इस प्रकार से अब्राहम को संबोधित करता है। അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ, अब्राहम के जीवन में जब हम मुड़कर देखेंगे, ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നത് കാണാൻ ഇടയായി തീരും. बड़ा एक परमेश्वर का कार्य उनके जीवन में पूरा होते हुए हम देख पाते हैं। ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുത്തെന്ന് വേണമെങ്കിൽ നമുക്കൊന്നും കൂടി പറയാം. अब्राहम जो है परमेश्वर के द्वारा मिली हुई वायदाओं को अपने जीवन में प्राप्त किया, ऐसे हम कह सकते हैं। വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിനെ വിൽക്കുന്ന തൊഴിലായിരുന്നു അബ്രഹാമിനുള്ളത്.
अब्राहम का व्यवसाय इस प्रकार का था कि वो मूर्तियों को बनाते थे और मूर्तियों को बनाकर बेचने का काम वो करता था। ഓ സ്തോത്രം സ്തോത്രം സ്തോത്രം. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിന് പേരിട്ട് അതിനെ ഒരു കുട്ടയിൽ തലയിൽ ചുമന്ന് വിഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി പൊട്ടാതിരിക്കാൻ അദ്ദേഹം തുണികൾ കൊണ്ട് അതിനെ ചുറ്റി ദൈവങ്ങളെ വേണോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അബ്രഹാമിനുള്ളത്. अब्राहम इस प्रकार से अपना कार्यों को करता था कि वे मूर्तियों को बनाकर उस पर नाम रखकर उसे अपने सर पर एक टोकरी पर रखकर मूर्ति एक दूसरे टकराए ना इसलिए उसी को कपड़ों से लपेटकर बाजारों में जाकर मूर्तियों को बेचने के लिए उनसे लोगों से पूछा करते थे। ऐसा एक जीवन अब्राहम का था। ആ സാഹചര്യത്തിൽ നിന്ന് താൻ വ്യത്യസ്തമായ ഒരു ശബ്ദം കേൾക്കുകയാണ്. ऐसी एक परिस्थिति में अब्राहम प्रभु की ओर से एक आवाज को सुनता है। ആ ശബ്ദം ഇങ്ങനെയാണ്, അബ്രഹാമേ, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക. वो आवाज इस प्रकार का था कि अब्राहम मैं तुझे जो देश दिखाना चाहता हूं वहां के लिए तू चल पड़। എനിക്കൊരു വലിയ പദ്ധതിയെ പൂർത്തീകരിക്കാനുണ്ട്. मुझे तेरे जीवन से एक बड़ा कार्य को पूरा करना है। കാരണം ദൈവങ്ങളെ വിട്ട് നടന്ന അബ്രഹാമിന് പുതിയൊരു അറിവും ഒരു അനുഭവമായിരുന്നു ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം. कारण मूर्तियों को भेजने वाला अब्राहम के जीवन में पहला एक अनुभव था कि सच्चा परमेश्वर का जीवित परमेश्वर का आवाज को अपने कानों में सुनाई देना। താൻ ഉണ്ടാക്കിയ ദൈവങ്ങൾ കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, നാവുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. अब्राहम के द्वारा बनाया गया आमेन जो मूर्तियां थी उसी की आंखें हैं, वे देखते नहीं, मुंह है बोलते नहीं, कान है वे सुनते नहीं थे। താൻ ഈ ശബ്ദം കേട്ടപ്പോൾ സകലതും വിട്ട് അവൻ ദൈവത്തെ സേവിപ്പാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. और अब्राहम जैसे ही परमेश्वर का ये आवाज सुनता है तो सारे अपनी व्यवसाय अपनी मूर्तियों को छोड़कर जीवित परमेश्वर की सेवा करने के लिए वे निकल पड़ते हैं। ദൈവവുമായുള്ള ബന്ധത്തിൽ താൻ വിശ്വസ്തനായിരുന്നു. पर परमेश्वर के साथ जो संबंध था उसमें वे विश्वास योग्य रहा। എന്നാൽ ദൈവം അബ്രഹാമിൽ പ്രസാദിച്ചു, അവന് വാഗ്ദത്തങ്ങളെ നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. और उसके पश्चात अब्राहम की विश्वास योग्यता के कारण परमेश्वर अब्राहम में प्रसन्न होता है और उसके जीवन में जो भी वायदाओं को परमेश्वर देता है उसे वो अपने जीवन में पूरा कर कर देता है। ദൈവത്തിന് അബ്രഹാമിനെ വലിയ ഇഷ്ടമായിരുന്നു. अब्राहम से परमेश्वर बहुत प्रेम रखता था। എന്നാൽ താൻ ദൈവിക പദ്ധതികളെ പ്രാപിച്ച് അതിലേക്ക് നടക്കുവാൻ തക്കവണ്ണം ശക്തനായി മാറി. और इस प्रकार से अब्राहम परमेश्वर की जो वायदाओं को प्राप्त करते हुए प्रभु का कार्य अपने जीवन में पूरा करने के लिए वे सामर्थी बनते गए। ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ താൻ ചില കാലതാമസങ്ങൾ വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. परमेश्वर ने जो वायदाओं को उसके जीवन में दिया था वो वायदाओं को प्राप्त करने के लिए थोड़ा समय उसके जीवन में लग गया। എന്നാൽ ദൈവം നൽകിയതായതുകൊണ്ട് ദൈവം അത് പൂർത്തീകരിക്കുമെന്ന് തന്റെ ജീവിതത്തിൽ ഉറപ്പ് നൽകാൻ ഇടയായി തീർന്നു. और परमेश्वर ने इस प्रकार उसके जीवन में एक दृढ़ भरोसा दे दिया कि परमेश्वर ने यदि वायदा किया है तो वो अपने जीवन में वो पूरा भी करेगा। തന്റെ ജീവിതത്തിനകത്ത് തനിക്കൊരു നഷ്ടബോധം അല്ലെങ്കിൽ ഒരു കുറവുണ്ടായിരുന്നു ഒരു തലമുറയുടെ വിഷയത്തിനകത്ത്. और अब्राहम के जीवन के अंदर एक एक ऐसा एक विचार रहा कि वो अपने जीवन में अपने संतान ना होने का एक बड़ा सा कमी उसके जीवन में वो महसूस करता था। തന്റെ ലോകപ്രകാരം നോക്കുവാണെങ്കിൽ താൻ മച്ചി എന്ന പേര് മുദ്ര കുട്ടപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു തന്റെ ഭാര്യ. और दुनिया के नजरिए से देखा जाए तो अब्राहम की पत्नी जो सारा है वे बांझ हैं ऐसा एक नाम उसके ऊपर रहा है। ഒരു സാധ്യതയും ഇല്ലായിരുന്നിട്ട് ദൈവം കൊടുത്തത് വലിയ സാധ്യതകളായിരുന്നു. और कोई भी आशा ना रहने के ഓ, समय में परमेश्वर ने उसके जीवन में एक बड़ी आशा को प्रदान किया था। ദൈവം തന്നോട് പറഞ്ഞത് തന്റെ കൂടാരത്തിനകത്ത് ഇരിക്കുമ്പോൾ അബ്രഹാമേ നീ പുറത്തേക്ക് വരിക. और आमीन इस प्रकार परमेश्वर ने उसके जीवन में कहा कि जैसे वो अब्राहम अपने तंबू के अंदर वास कर रहा था तो उससे कहता है अब्राहम तू वहां से बाहर निकल कर आ।
എന്നോടുള്ള ബന്ധത്തിൽ നീ വിശ്വസ്തനായിരുന്നോ? എന്നാൽ നീ ആകാശത്തിലേക്ക് നോക്കുക. और मेरे संबंध में तू विश्वास योग्य रहा है, इसलिए तू अपनी आंखें उठाकर आकाश की ओर देखे। നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ കഴിയുമോ? क्या तू तारागणों को गिन सकता है? താനൊന്ന് ശ്രമിച്ച് കാണുമായിരിക്കാം. 1, 2 എണ്ണി എന്നിട്ട് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നക്ഷത്രങ്ങൾ പരന്നു കിടക്കുകയാണ്. और शायद अब्राहम ने शुरुआत में कोशिश किया होगा, 2-3 गिनती की होगी, परंतु उसके पश्चात वो अब्राहम परमेश्वर से कहता है, प्रभु तारागण जो हैं अनगिनत आकाश में फैली हुई हैं। അതിനെ എണ്ണുവാൻ തക്കവണ്ണം എന്റെ ബുദ്ധി കൊണ്ട് പറ്റത്തില്ല, എന്റെ കഴിവ് കൊണ്ട് പറ്റത്തില്ല. കാരണം और എണ്ണം അധികമാണ്. और इस प्रकार से वो कहने लगा कि उसे गिनती करने के लिए मेरी बुद्धि या मेरी काबिलियत से आमीन मैं नहीं कर पाता हूं, क्योंकि उसकी गिनती अनगिनत है। എങ്കിൽ അബ്രഹാമേ, അതുപോലെ ഞാൻ നിനക്ക് സന്തതികളെ തരുമെന്ന് ദൈവം വാഗ്ദത്തം നൽകുകയാണ്. और उसके पश्चात प्रभु उससे वायदा देता है कि हे अब्राहम, मैं भी तुझे इसी प्रकार संतानों को दूंगा। इस प्रकार का एक वायदा उसके जीवन में प्रदान किया। അബ്രഹാം ഒരുപാട് സന്തോഷിക്കാൻ ഇടയായി തീർന്നു. अब्राहम बहुत उसके पश्चात खुश हुए। എന്നാൽ കുറെ വർഷങ്ങൾക്ക് വീണ്ടും വാഗ്ദത്തം കാണുവാൻ തക്കവണ്ണം മുഖാന്തരമായില്ല. और इसके बाद कई साल बीत गए, फिर भी प्रभु ने दिए हुए वायदाएं उसके जीवन में पूरा होते हुए दिखाई नहीं दिया। ചില നാളുകൾക്ക് ശേഷം വീണ്ടും ദൈവം ഇറങ്ങി വരികയാണ്. कुछ समय के पश्चात फिर से परमेश्वर वहां पर उतर आता है। കൂടാരത്തിനകത്ത് നിന്ന് അബ്രഹാമിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. उसके तम्बू के अंदर से अब्राहम को बाहर ले आ रहा है। അബ്രഹാമേ, നിന്നോട് ഞാൻ പറഞ്ഞ വാഗ്ദത്തം നിനക്ക് ഓർമ്മയില്ലേ? क्या अब्राहम, तुझसे मैंने जो वायदाओं को कहा था, क्या तू याद नहीं रखता? എനിക്കിന്ന് നിന്നോട് കൈമാറാനുള്ളത് വീണ്ടും അതേ സന്ദേശം തന്നെയാണ്. आज मैं आपसे देना चाहता हूं, वही संदेश को मैं आपके बीच में बोलना चाहता हूं। നീ അങ്ങോട്ട് കടൽ തീരത്തേക്കൊന്ന് നോക്കാവോ? क्या तू समुद्र की आमीन उस किनारों की ओर तू ध्यान दे पाते हैं? ആർത്തിരമ്പി വരുന്ന തിരമാലകൾക്ക് ഞാൻ അതിലിട്ടിരിക്കുന്ന മണൽത്തിട്ടകളെ അറിയാമോ? और बड़े गरजते हुए जो लहरें समुद्र में से उठकर आती हैं, उसके बीच में मैंने जो मिट्टी या बालू से जो सीमा बनाया है, क्या तू उसके बारे में जानता है? ഈ മണൽ തരികളെ നിനക്ക് എണ്ണാൻ കഴിയുമോ? क्या समुद्र की बालुओं को तू गिन पाते हैं? ഇതുപോലെ ഞാൻ നിനക്ക് തലമുറകളെ നൽകും. ऐसा मैं तुझे अनगिनत संतानों को प्रदान करूंगा। എന്നാൽ ചില നാളുകൾക്ക് ശേഷം ആമേൻ, അബ്രഹാമിന് ഒരു വാക്തത്വത്തിന്റെ തലമുറ ഇസ്ഹാക്കിനെ കാണാൻ ദൈവം ഇടയാക്കി തീർന്നു. उसके पश्चात हम देखते हैं कि कई समय के बाद अब्राहम को परमेश्वर जो है एक वायदे का संतान को प्राप्त होने के लिए मदद किया। ആ ഇസ്ഹാക്കുമായുള്ള ബന്ധത്തിനകത്തെ ഒരു ഭാഗമാണ് നാം ഇവിടെ വായിക്കുന്നത്. और उसी से संबंधित एक भाग है जो हमने यहाँ पर आज पढ़ा है। തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, തന്റെ ആഗ്രഹത്തിന് മറുപടിയായി ദൈവം ആമേൻ ഇസ്ഹാക്ക് എന്ന് പറയുന്ന ഒരു തലമുറയെ നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. और उसके प्रार्थना के उत्तर के रूप में, उसकी इच्छाओं के उत्तर के रूप में परमेश्वर ने इसहाक नाम का एक संतान को उसके जीवन में प्रभु ने प्रदान किया। എന്നാൽ തന്റെ മകനുമായുള്ള ബന്ധത്തിൽ വീണ്ടും ദൈവം അബ്രഹാമിനോട് സംസാരിക്കുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്നു. परंतु उसके बच्चे के संबंधित परमेश्वर ने फिर से अब्राहम से कुछ दिनों के बाद बातें करने लगा। ദൈവം വീണ്ടും തന്നോട് ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്. परमेश्वर फिर से अब्राहम से एक विनती कर रहा है। ഞാൻ നിനക്ക് തലമുറകളെ ഞാൻ നിനക്ക് നൽകി, मैं तुझे संतानों को प्रदान किया, എന്നാൽ ഇന്ന് നീ ഈ തലമുറ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. लेकिन आज अब इस संतान को मेरे लिए तू बलिदान को करना है। ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം പറയും, ദൈവം എത്ര ക്രൂരനാണ്. ऐसे सवाल और ऐसे जब बातें हमारे जीवन में आते हैं, तो हम कई बार इस प्रकार से कह देते हैं कि ये परमेश्वर कितना क्रूर प्रभु है, परमेश्वर है। ഒരു പക്ഷെ നാം പറയുമായിരിക്കും, ഇങ്ങനെ എടുക്കപ്പെടാനാണെങ്കിൽ ആമേൻ ദൈവം ആ വാഗ്ദത്തം എനിക്ക് നൽകണ്ടായിരുന്നു. और ऐसे भी हम शायद कह देते हैं कि ऐसे उठा लेना था, तो परमेश्वर ऐसे वायदाओं को देना ही नहीं चाहिए था। എന്നാൽ അബ്രഹാം ദൈവസന്നിധി ചോദ്യം ചെയ്യാതെ വിശ്വസ്തനായിരുന്നു. लेकिन अब्राहम जो था, परमेश्वर की उपस्थिति में बिना सवाल करते हुए प्रभु की उपस्थिति में वे विश्वास योग्य रहे।
തന്റെ ദൈവത്തിൽ അവൻ ഒത്തിരി വിശ്വസിച്ചിരുന്നു. वो परमेश्वर में बहुत विश्वास कर रहा था. വാഗ്ദത്തം ദൈവം വിശ്വസ്തനാണെന്ന് തന്റെ ഹൃദയത്തിനകത്ത് താൻ ഉറച്ചിരുന്നു. वायदा किया हुआ परमेश्वर वो विश्वास योग्य है, ये अपने हृदय में उसने ठान रखा था. എന്നാൽ താൻ തന്റെ മകനുമായി യാഗം കഴിക്കാനായിട്ട് പുറപ്പെടാൻ തുടങ്ങുകയാണ്. इसके पश्चात वे अपने संतान के साथ बलिदान करने के लिए वे वहां घर से निकल पड़ते हैं. എന്നാൽ അബ്രഹാം വിറക് കീറി अब्राहम जो है लकड़ियों को काटता है, താൻ തീയെടുത്തു. वो आग को लेता है എന്നിട്ട് താൻ പുറപ്പെടാൻ വേണ്ടി തയ്യാറാവുകയാണ്. और उसके पश्चात वो अपनी यात्रा के लिए तैयार हो जाते हैं. എന്നാൽ തന്റെ മകനെ യാഗം കഴിക്കണമെന്ന് ആമേൻ അകത്ത് ഒരു വേദന കിടക്കുകയാണ്. परंतु अपने बच्चे को जो बलिदान कराना है, ऐसा एक बड़ा दुख उसके अंदर बना रहा था. തനിക്കത് ചെയ്യാൻ കഴിയാതിരിക്കത്തില്ല. वो ऐसे अपने जीवन में खरे बिना रह नहीं सकता, കാരണം എന്നോട് ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. कारण उसे परमेश्वर ने ये बात को कहा है. ഞാൻ എന്റെ ദൈവത്തിന് അത് മടക്കി കൊടുത്തേ മതിയാകത്തുള്ളൂ. और प्रभु ने यदि कहा है तो मैं अपने बच्चे को प्रभु को वापस देकर ही ऐसा रह पाता हूं. ഏറെ നാളത്തെ തന്റെ ആഗ്രഹമാണ് ഒരു മകൻ എന്ന സ്വപ്നം. और बहुत दिनों का एक इच्छा था कि अपने बच्चे को प्राप्त करने का एक जो स्वप्न जो है, എന്നാൽ അതിനെ തനിക്ക് അധിക നാൾ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. परंतु उस बच्चे को ज्यादा समय तक लाड़ और प्रेम नहीं कर पाए. എന്നാൽ താൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ഇടയായി തീർന്നു. उसके पश्चात अब्राहम जो है परमेश्वर का आवाज सुनने लगा. താൻ പുറപ്പെടാൻ തയ്യാറാകുമ്പോൾ തന്റെ മകന്റെ ഒരു ചോദ്യം. और वे अपनी यात्रा में निकलने के लिए तैयार होता है तो उसका बेटे का एक सवाल अब्राहम के पास आता है. ഉൽപ്പത്തി 22:7 ഇങ്ങനെ പറയുന്നു, അപ്പാ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, അപ്പ തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? और उत्पत्ति 22:7 में इस प्रकार से उसके बेटा अब्राहम से सवाल करता है, हे पिता, हमारे पास लकड़ी है, हमारे पास आग है, परंतु बलिदान का वो प्राणी किधर है? ഹൃദയം തകർന്നിരിക്കുന്ന അബ്രഹാമിന് ഈ ചോദ്യം ഒരുപക്ഷെ തന്റെ ചിന്തകളെ ആളി കത്തിച്ചിരിക്കാം. और हो सकता है कि हृदय टूटा हुआ अब्राहम के जीवन में ये सवाल शायद उसके जीवन में बहुत चोट पहुंचाया होगा. തന്റെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ താൻ വിശ്വാസത്തിന്റെ വാക്ക് പറയുക, മോനെ ദൈവം കരുതിക്കൊള്ളും. अपने टूटी अवस्था में भी अब्राहम विश्वास की बातों की घोषणा करता है. अब्राहम कहता है कि बेटा यहोवा ईरे वो प्रदान करेगा. എന്നാൽ അതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, उसमें से मुझे कहने के लिए जो महत्वपूर्ण बात यह है, ഈ കാലഘട്ടത്തിലാവും ആമേൻ ഇങ്ങനെ ഒരു തലമുറ എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. और इन സമयों में भी, इन जमाने में भी ऐसा एक संतान उठना बहुत जरूरी है. കാരണം ഒരു കുറവിനെ കണ്ടുപിടിച്ച് അപ്പനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മകൻ, और अपने जीवन की कमियों को ढूंढ कर निकाल कर अपने पिता को जगाने वाला एक पिता, एक അപ്പ बेटा. അപ്പൻ മറന്നുപോയോ? അപ്പൻ വിറകെടുത്ത് തീയെടുത്ത്, പക്ഷെ യാഗത്തിനുള്ള മൃഗത്തെ എടുത്തില്ല. और वे बेटा वो बाप से या पिता से इस प्रकार से याद दिलाता है, क्या आप भूल गए, आपने लकड़ियों को लिया है, आग को लिया है, लेकिन होम बलि के लिए भेड़ को नहीं लिया. യാഗത്തെ കുറിച്ച് അറിവുള്ളൊരു തലമുറ, और आमीन, बलिदान और बलिदान की वस्तुओं के प्रति जानकारी रखने वाला ऐसा एक पीढ़ी. ഈ കാലഘട്ടത്തിലും അങ്ങനെ ഒരു തലമുറ വേണം. ഒരു ഇസഹാക്കിയ തലമുറ, യാഗത്തെ കുറിച്ച് അറിവുള്ളൊരു തലമുറ. इन दिनों में भी, इन समयों में भी ऐसी एक संतान की आवश्यकता है, जैसे इसहाक के समय था कि आमीन, बलिदान और बलिदान की वस्तुओं के प्रति अच्छी रीति से जानकारी रखने वाले ऐसा एक पीढ़ी बहुत जरूरी है. ഈ കാലഘട്ടത്തിൽ തലമുറകൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. आमीन, इन दिनों में, इन समयों में जब हमारे ज्यादातर पीढ़ी के बच्चे जो हैं वे जब भटकते हुए जाते हैं, ആരാധന വെറും ഒരു ചടങ്ങ് മാത്രമാണ്. आराधना केवल उनके लिए एक रिवाज बन गया है. തങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ഒരു എന്താ പറയുന്നത്, ഒരു എൻജോയ്മെന്റിന് വേണ്ടിയാണ് പലരും ആലയത്തിൽ കടന്നു വരുന്നത്.
अपने जीवन में एक आनंद के अनुभव लेकर आने के लिए वे कई लोग आराधनालयों में आते हैं। തന്റെ പിതാക്കന്മാരുമായുള്ള ബന്ധത്തിനകത്ത് അബ്രഹാം വിശ്വസ്തനായിരുന്നു. परमेश्वर के साथ जो संबंध के रीति में अब्राहम जो है विश्वास योग्य रहा है। അപ്പന്റെ പാരമ്പര്യം കണ്ടുവന്നൊരു മകൻ अब और वो पिता के उस परंपराओं को रीतियों को देखकर आया हुआ एक बेटा പ്രാർത്ഥനാ ജീവിതം ആമേൻ ആമേൻ കണ്ടു വളർന്നു വന്ന ഒരു തലമുറ ഇസഹാക്ക്. और पिता के सारे रीति रिवाजों को देखकर अच्छे रीति से जानकर बढ़कर आया हुआ एक इसहाक। അബ്രഹാമും ദൈവവുമായിട്ടുള്ള ബന്ധം തന്റെ ഹൃദയത്തെ ഒത്തിരി സ്വാധീനിച്ചിരിക്കാം. और अब्राहम और परमेश्वर का बीच का जो संबंध देखते हुए शायद इसहाक बहुत प्रभावित हुआ होगा। എന്നാൽ താൻ തന്റെ മകനുമായി യാഗം കഴിക്കാൻ പുറപ്പെടുകയാണ്. और उसके पश्चात इसहाक और अब्राहम जो है परमेश्वर की बलिदान करने के लिए वे यात्रा शुरुआत करता है। അബ്രഹാം ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ കാണിക്കുന്ന മലയിൽ നീ യാഗം കഴിക്കണം. और परमेश्वर अब्राहम से इस प्रकार से कह रहा है कि मैं जो जगह तुझे दिखाऊंगा उसी पर्वत पर तुझे जाकर मेरे लिए बलिदान करना है। എന്നാൽ അത് മോറിയ ദേശത്താണ് ആ മലയുള്ളത്. और मोरिया नाम के जगह में वो पर्वत को हम देखते हैं। ഹൃദയത്തിൽ ഒത്തിരി വേദനയുമായി ആയിരിക്കാം അപ്പൻ തന്റെ ബാല്യക്കാരുമായി ആമൻ പുറപ്പെടുകയാണ് യാഗം കഴിക്കാൻ. बहुत हृदय में बड़ी वेदना के साथ शायद पिता जो हैं अपने सेवकों के साथ उस पर्वत की ओर यात्रा शुरुआत करते हैं। ഈ സന്ദേശം എപ്പോ തീരുമെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ആമേൻ അതിന്റെ ഉള്ളടക്കം പറഞ്ഞ് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मैं नहीं जानता कि ये संदेश कब खत्म होगा, लेकिन उसके अंदर की बातों को कहकर मैं समाप्त करने की कोशिश करता हूं। താൻ 2 നാൾ അവൻ യാത്ര ചെയ്ത് ആമേൻ ആ ദൂരെ നിന്ന് ദൈവം പറഞ്ഞ സ്ഥലം താൻ കാണാൻ ഇടയായി തീർന്നു. और 2 दिन यात्रा करते हुए वे आमीन उस स्थान पर पहुंच गया जहां पर परमेश्वर ने उसको बलिदान करने के लिए कहा था। തന്റെ ബാല്യക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കുക. और अपने सेवकों से इस प्रकार से अब्राहम कहता है कि तुम यहाँ पर ठहरो, നിങ്ങൾ ഇവിടെ നിന്നാ മതി. तुम यहाँ पर ठहरे रहना। കാരണം ഞാനും എന്റെ ദൈവവുമായുള്ള ബന്ധത്തിനകത്തേക്ക് ഞാൻ കയറാൻ പോവുകയാണ്. कारण यह है क्योंकि मैं और मेरा परमेश्वर का बीच में जो संबंध है उसी में मैं प्रवेश करने जा रहा हूं। എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനകത്ത് നിങ്ങളില്ല, നിങ്ങളുടെ ബൗണ്ടറി ഇവിടെ വരെ ഉള്ളൂ. और परमेश्वर ने मुझसे जो वायदाओं को दिया है उसमें तुम नहीं है, तुम्हारा कार्य यहाँ तक ही है। കാരണം എന്റെ ദൈവത്തിന് എന്നോട് വ്യക്തിപരമായി സംസാരിക്കാനുണ്ട്. कारण यह है कि मेरा परमेश्वर को मुझे व्यक्तिगत रीति से बातें करना है। അവിടെ ദൈവം പറഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ ഞാനും ദൈവവുമായുള്ള ഒരു പദ്ധതിയാണ്. और जब परमेश्वर ने बोला हुआ स्थान में मैं पहुंच जाऊंगा, वहां पर मेरा और परमेश्वर का बीच का एक योजनाओं को प्रभु पूरा करेगा। ആമേൻ. എന്റെ ജീവിതത്തിന്റെ ഒരു പരീക്ഷണ ഘട്ടം കൂടെയാണ്. मेरे जीवन में एक परीक्षा का समय भी यह है। എന്റെ ദൈവിക പദ്ധതികളെ പൂർത്തീകരിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളൊരു തടസ്സമായി മാറുമെന്ന് എനിക്കറിയാം. मेरा प्रभु के कार्यों को पूरा करने के पीछे आमीन ना करने का एक वजह तुम भी बन सकते हैं। താൻ തന്റെ മകനുമായി യാഗം കഴിക്കാൻ മലയുടെ മുകളിലേക്ക് പോവുകയാണ്. अब्राहम अपने बेटे के साथ बलिदान करने के लिए उस पर्वत की चोटी पर चले जाते हैं। താൻ അവിടെ ചെന്ന് അവിടെ ദൈവത്തിന് യാഗപീഠം പണിതു. वहां जाकर अब्राहम ने परमेश्वर के लिए वेदी को तैयार किया താൻ വിറക് നിരത്തി. और लकड़ियों को उसके ऊपर रखें। ഏതൊരപ്പന്റെ ഹൃദയത്തെ തകർക്കുന്ന അടുത്തൊരു സംഭവം അവിടെ നടക്കുകയാണ്. और कोई भी पिता के हृदय को तोड़ने वाला एक अगला घटना वहां पर हो रहा था। തന്റെ മകന്റെ കൈയും കാലും കെട്ടി യാഗപീഠത്തിന്റെ മുകളിൽ വെച്ചു. अपने बेटे के हाथ और पैर को बांधकर उस बलिदान की वेदी के ऊपर उसने रख दिया। അപ്പോൾ തന്റെ മകന് മനസ്സിലായി, ഞാനാണ് യാഗമൃഗം. और तब उस बेटे को समझ आए कि होम बलि का जो मेमना या जो 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 भेड़ है वो मैं ही हूं। പക്ഷേ താൻ മറുത്തൊരു വാക്ക് അവിടെ പറഞ്ഞില്ല. परंतु उस बेटे ने उलट एक बात पिता से कुछ नहीं कहा। എന്നാൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ ഇടയായി തീർന്നു.
परंतु परमेश्वर का एक बड़ा कार्य वहां पर पूरा होने के लिए प्रभु ने अवसर दिया। പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ അവിടെ സംസാരിക്കാൻ ഇടയായി തീർന്നു. परमेश्वर का स्वर्गदूत वहीं पर तुरंत अब्राहम से बातें करने लगा। ആ തലമുറയ്ക്ക് വേണ്ടി ദൂതന്റെ ശബ്ദം പുറപ്പെടുകയാണ്. और उस संतान के लिए, उस पीढ़ी के लिए परमेश्वर का एक आवाज वहां पर सुनाई देता है। ഈ സാഹചര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ദൂതന്റെ മേൽ നിയോഗമുണ്ടായിരുന്നു. और ऐसे परिस्थितियों को नियंत्रण में लाने के लिए उस स्वर्गदूत के ऊपर परमेश्वर ने एक अगुवाई को दिया था। പെട്ടെന്ന് ദൂതൻ സംസാരിക്കുകയാണ്, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. और तुरंत वहां पर एक आवाज सुनाई देता है कि अपने संतान के ऊपर हाथ न रखना। നീ ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്നു, ഭയപ്പെടുന്നുവെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. और तू परमेश्वर का भय रखता है, तू प्रभु से प्रेम रखता है, ये अब जान पड़ा है। ദൂതന്റെ ശബ്ദം പുറപ്പെട്ടപ്പോൾ जैसे ही स्वर्गदूत की वो आवाज सुनाई दिया, അബ്രഹാം തലപൊക്കി നോക്കി. अब्राहम सिर उठाकर देखता है। അവിടെ എഴുതിയിരിക്കുകയാണ്, താൻ വന്ന പിൻവഴിയിൽ ഒരു ആട്ടുകൊറ്റന്റെ കരച്ചിൽ കേൾക്കുകയാണ്. और जैसे उसने मुड़ कर देखा तो वहां पर झाड़ियों में एक मेमना बंधा हुआ है और उसकी आवाज उसे सुनाई दिया। തന്റെ മകനുമായി വന്നപ്പോൾ തനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരുന്നത് തനിക്ക് കാണാൻ കഴിയില്ല. जब अपने बेटे के साथ वे आए थे तो उसके लिए जो तैयार किया हुआ था वे उसे देख नहीं पाए। ഈ ശബ്ദം പുറപ്പെട്ടപ്പോ ദൈവം ഒരുക്കി വെച്ചിരുന്ന ദൈവിക വാഗ്ദത്തം പുറത്തു വരാൻ തുടങ്ങി. और जब उसने प्रभु के कार्यों को किया तो प्रभु ने उसके लिए जो तैयार कर कर रखा हुआ वायदाएं हैं वो अपने जीवन में वो देख पाए। അബ്രഹാം ഒത്തിരി സന്തോഷമായി. अब्राहम बहुत अंदर से खुश होने लगा। ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. यहाँ पे हम दो बातों को देख पाते हैं। ആമേൻ. അബ്രഹാമുമായുള്ള ബന്ധത്തിൽ വാഗ്ദത്തത്തിൽ ദൈവം വിശ്വസ്തനായിരുന്നു. अब्राहम के संबंध में वायदा किया हुआ वो परमेश्वर अब्राहम के जीवन में विश्वास योग्य रहा है। എന്നാൽ ഇസഹാക്കുമായുള്ള ബന്ധത്തിൽ ദൈവം പ്രവൃത്തിയിൽ വിശ്വസ്തനായിരുന്നു. और इसहाक के संबंध में भी परमेश्वर अपने कार्य में विश्वास योग्य रहा है। കാരണം രണ്ടും തന്റെ വാഗ്ദത്ത പ്രകാരമുള്ള ആമേൻ ആമേൻ തലമുറകളാണ്. कारण ये दोनों वायदा के अनुसार आमीन प्रदान हुआ एक संतान है। രണ്ടുപേരും ദൈവിക പദ്ധതിയിലുള്ളതാണ്. दोनों जो हैं परमेश्वर की योजनाएं उनके जीवन में उनको पूरा हुआ है। ദൈവരാജ്യത്തിന്റെ ചുവട് താങ്ങിയപ്പോൾ തലമുറകളുടെ മേൽ അനുഗ്രഹം പകരാൻ തുടങ്ങി. जब आप पिता ने परमेश्वर के राज्य के लिए जब अपने जीवन में जिम्मेदारियों को लिया तो अपने बच्चों के ऊपर परमेश्वर अपनी वायदाओं को पूरा करते गया। ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന അപ്പന്മാരുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. आज सुबह के समय में प्रार्थना करने वाले पिताएं यहीं पर हैं तो आपके द्वारा आपके बच्चे आशीषित होने जा रहे हैं। നിന്റെ കണ്ണുനീരിനും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തലമുറകളുടെ മേൽ പകരാൻ പോവുകയാണ്. आपके आंसुओं के प्रति आपकी प्रार्थनाओं का उत्तर के रूप में आपके बच्चों के ऊपर प्रभु अपनी वायदाओं को पूरा करने जा रहा है। ഇന്ന് പകൽ ഈ ശബ്ദം പുറപ്പെടുമ്പോൾ തലമുറകളുമായുള്ള വാഗ്ദത്തങ്ങളുടെ ആമേൻ നിവർത്തി കാണാൻ പോവുകയാണ്. आज सुबह के समय में ये आवाज जब हम बोलते हैं तो आपके बच्चों के संतानों के प्रति जो प्रभु की वायदा है प्रभु से पूरा करने जा रहा है। കേട്ട ദൈവശബ്ദങ്ങൾ വർഷങ്ങളായി നിവർത്തിക്കാതിരിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനെ ഫുൾഫിൽ ചെയ്യാൻ പോവുകയാണ്. और प्रभु के द्वारा सुना हुआ प्रभु की वाणी को सालों से यदि आपके जीवन में वह पूरा नहीं हो रहा है तो इन दिनों में प्रभु से पूरा करने जा रहा है। ഇങ്ങനെ നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിനകത്ത് വിശ്വസ്തനായിരിക്കണം. ऐसे आपके जीवन में ये पूरा करना है तो परमेश्वर के साथ जो संबंध है आपका उसमें आपको विश्वास योग्य रहना है। നമ്മുടെ പുറമെ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട്. ऐसे एक कथा को मैंने सुना है, താൻ ബാധി ദൈവം ബാധി. मैं आधा परमेश्वर आधा। എന്നാൽ നീ ചെയ്യാനുള്ള കടമ നീ ചെയ്തെങ്കിലേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. तो यदि हमें जो कार्य को करना है वो यदि हम करें तो ही परमेश्वर अपने कामों को अपने जीवन में पूरा करेगा। അബ്രഹാം യാഗം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ യാഗമൃഗത്തിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ.
और अब्राहम जब बलिदान करने के लिए निकल पड़ा तो अब्राहम के जीवन में या उसके हाथों में बलिदान करने की जो मेमना या भेड़ जो था वो उसके जीवन में कमी पाया गया था। അബ്രഹാമിന്റെ കടമ താൻ ഭംഗിയായി നിർവഹിച്ചു. अब्राहम ने अपने जिम्मेदारी को बहुत अच्छे रीति से उसने पूरा किया। തന്റെ കൈ വിറകുണ്ടായിരുന്നു, തീ ഉണ്ടായിരുന്നു. उसके हाथ में आमीन जो लकड़ी था, उसके हाथ में आग थी। ഈ കാലഘട്ടത്തിൽ പലരുടെയും കൈ തീ ഇല്ല, വിറക് മാത്രമേ ഉള്ളൂ. पर आज के इस जमाने में बहुत सारे लोगों के हाथ में आग नहीं है, केवल लकड़ी को लेकर घूम रहे हैं। ചിലരുടെ കൈ വിറകില്ല, തീയേ ഉള്ളൂ. സ്തോത്രം. कई लोगों के हाथ में लकड़ी नहीं है, कई लोगों के हाथ में सिर्फ आग है। ഇന്ന് പകൽ വചനവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ നിന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണം നീ കാണാൻ പോവുകയാണ്. आज सुबह के समय में यदि आपके जीवन में वचन और प्रार्थना है तो आपके जीवन में प्राप्त हुई वायदाओं को आप पूरा देख पाएंगे। ഓ, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു തലമുറയെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. आज इस समय में इस पीढ़ी के अंदर परमेश्वर ऐसे एक संतान को देख रहा है। ആത്മാവിന്റെ ശക്തി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. आत्मा का वो सामर्थ आज यहाँ पर काम करते रह रहा है। ഈ സന്ദേശം ചില തലമുറകളെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. आज ये संदेश जो है कई ऐसी पीढ़ियों को परमेश्वर छू रहा है। വാസ്തവമുള്ള തലമുറയെ പുറത്തു വരാൻ തക്കവണ്ണം ചില പേരൻസിനെ ദൈവം ഇന്ന് പകലിൽ ആമേൻ ആമേൻ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. वायदा हुआ प्राप्त हुआ उन संतानों को बाहर ले आने के लिए कई माता पिताओं को परमेश्वर इन दिनों में इस वचन के द्वारा छू रहा है। ദൈവം വാസ്തവത്തിൽ തന്നിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. परमेश्वर ने वायदा को दिया है लेकिन आज तक अपनी आंखों से वे देख नहीं पा रहे हैं। നിന്റെ വാസ്തവത്തെ ഓർത്ത് നീ പ്രാർത്ഥിക്കുകയും നീ ധ്യാനിക്കുകയും ചെയ്യണം. आप अपने वायदाओं को याद करते हुए अपने जीवन में आपको प्रार्थना करना है और उसके प्रति आपको मनन करते रहना है। അങ്ങനെയെങ്കിൽ മാത്രം സ്തുതിക്കുന്ന വാസ്തവത്തിന്റെ തലമുറ പുറത്തു വരും. ऐसा करने के पश्चात आपके जीवन में स्तुति करने वाले वायदा का एक संतान आपके जीवन में आप प्राप्त कर पाएंगे। അങ്ങനെയെങ്കിൽ യാഗത്തെയും യാഗപീഠത്തെ കുറിച്ച് അറിവുള്ള ഒരു തലമുറ പുറത്തു വരും. और ऐसा करने के पश्चात आप अपने जीवन में देख पाएंगे कि बलिदान और बलिदान के वस्तुओं के प्रति अच्छी रीति से जानकारी रखने वाला एक पीढ़ी बाहर निकल कर आएगा। ആ തലമുറകൾ രാജ്യങ്ങളെ കീഴടക്കും. और ऐसे पीढ़ी जो है राज्यों को अपने हाथ में लेकर रहेंगे। നിങ്ങൾക്കറിയാവോ, आप जानते हो ദൈവം അബ്രഹാമിന്റെ മേൽ പകർന്ന അനുഗ്രഹം ഏതാണെന്ന്? अब्राहम के ऊपर परमेश्वर ने जो आशीषों को दिया था वो किस प्रकार का है? ഒരു രാജ്യത്തിനുള്ളത് മൊത്തം ഒരുവന്റെ മേൽ ദൈവം കൈമാറി. एक राज्य में जैसे किसी के अंदर देना है वैसे सारी आशीषों को परमेश्वर ने अब्राहम के जीवन में दे दिया। അബ്രഹാമിന്റെ പുറപ്പെട്ടു വന്നതാണ് ഇസ്രായേലായി മാറിയത്. और अब्राहम के उस वंश से हम देखते हैं कि वे लोग इजराइल के रूप में बदल गए हैं। നിങ്ങൾ ഒരു വ്യക്തി ദൈവരാജ്യത്തിന് വേണ്ടി ചുമല് നിൽക്കാമെങ്കിൽ നിങ്ങളുടെ തലമുറകളെ രാജ്യങ്ങളെ തൊടുന്ന അഭിഷിക്തന്മാരായി മാറാൻ പോവുകയാണ്. यदि आप में से एक जन जो है परमेश्वर के राज्य के लिए यदि आप खड़े रहने के लिए तैयार होते हैं तो आपकी पीढ़ी को राज्यों को बदलने के लिए परमेश्वर उपयोग में ले आएगा। ഈ സന്ദേശം പുറപ്പെടുമ്പോൾ ഇതിനകത്ത് രാജ്യങ്ങളെ തൊടുന്ന അപ്പോസ്തലന്മാർ പുറത്തു വരട്ടെ. और इस संदेश को जब हम आमीन जब बोलते हैं तो इसमें से राज्यों को बदलने वाला अपोस्तल या प्रेरितों को परमेश्वर खड़ा करने पाए। ആത്മബലത്തെ പണിയുന്ന ശക്തന്മാരായ ആത്മനിയോഗത്തോടുള്ള അഭിഷിക്തന്മാർ പുറത്തു വരട്ടെ. और आत्मा में निर्माण करने वाले और अभिषिक्त परमेश्वर के दासों को परमेश्वर इसमें से बाहर निकालने पाए। പരിശുദ്ധാത്മാവ് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. पवित्र आत्मा हमारे बीच में मंडराता है। ഈ ശബ്ദം പുറപ്പെടുമ്പോ നിങ്ങളുടെ മേലുള്ള നിയോഗങ്ങൾ ആമേൻ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. और ये संदेश जब हम बोलते हैं तो आपके ऊपर जो परमेश्वर की अगुवाई है वो आपके जीवन में परमेश्वर प्रकट करते जाएंगे। നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ നിങ്ങളുടെ വാസ്തവങ്ങൾ കാണാൻ പോവുകയാണ്. आप अपने आंखों के सामने आपके लिए परमेश्वर की जो वायदाएं हैं वो आप देखने जा रहे हैं।
ഒരു രാജ്യം മുഴുവനും ഒരുവന്റെ മേൽ ദൈവം കൈമാറി. एक राष्ट्र को पूरा एक व्यक्ति के जीवन में परमेश्वर ने उसका कार्यों को किया. തലമുറകൾ കൈമാറി ഇന്ന് ലോകം അറിയപ്പെടുന്ന, ലോകം ഉറ്റുനോക്കുന്ന ഒരു രാജ്യമായി മാറി. और पीढ़ियों में पीढ़ी उसके हस्तांतरित होते हुए आज सारी दुनिया देखने वाले, जानने वाले एक राष्ट्र के रूप में वे बदल गए हैं. അപ്പന്മാര് വില കൊടുത്തത് മക്കൾക്ക് അനുഗ്രഹമായി മാറി. और पिता ने जो उसके लिए मूल्य चुकाया वो अपने बच्चों के लिए एक बड़ी आशीष का कारण बन गया. ഇവിടെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. यहाँ पर एक और बात को मैं आपके बीच में याद दिलाना चाहता हूं. അബ്രഹാം പുറപ്പെട്ടു. अब्राहम यात्रा के लिए निकल पड़ा. ഈ ദൈവം പറഞ്ഞ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. परमेश्वर ने कहा हुआ स्थान के बीच में एक विशेषता है. താൻ പുറപ്പെടുക മാത്രമല്ല, കൃത്യസ്ഥലത്ത് എത്തപ്പെടണം എന്നുള്ളത് ഒരു വെല്ലുവിളിയായിരുന്നു. वो केवल यात्रा करना ही एक बड़ी विषय नहीं, परंतु जहां पर पहुंचना चाहिए था वहां पर पहुंचना उसके लिए एक बड़ा चुनौती था. മോറിയ ദേശത്ത് ഒത്തിരി മലകളുണ്ട്. मोरिया इस प्रदेश में बहुत सारी पर्वतों को पाया जाता है. ഏതെങ്കിലും ഒരു മലയിൽ കയറിയാൽ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് നിന്റെ കയ്യിൽ എത്തപ്പെടത്തില്ല. कोई भी पर्वत पर आप चढ़े तो अब्राहम के लिए परमेश्वर ने जो तैयार किया हुआ है वो अपने जीवन में वो प्राप्त नहीं कर पाएंगे. ഞാൻ നിനക്ക് വേണ്ടി സെറ്റ് ചെയ്ത ഒരു പ്രോപ്പർ പ്ലേസ് ഉണ്ട്, അവിടെ നീ എത്തപ്പെടണം. जहां आपके लिए तैयार किया हुआ एक स्थान है वहां पर आपको पहुंचना जरूरी है. അവിടെ വരുമ്പോൾ ഒരു ശബ്ദം നിനക്ക് വേണ്ടി പുറപ്പെടും. और वहां आप जब पहुंचेंगे तो आपके लिए एक विशेष वाणी आप सुनाई देंगे. ആ സ്ഥലത്ത് നിന്റെ വാക്തത്വങ്ങൾക്ക് ചലനമുണ്ടാകാൻ തുടങ്ങും. और उस स्थान में आपकी वायदाओं का एक हलचल आपको दिखाई देगा. ഇന്ന് പലരും വാക്തത്വം കേട്ട് പുറപ്പെടും. और आज इस सुबह के समय में कई लोग वायदाओं को सुनकर निकल पड़ते हैं. തനിക്ക് തോന്നിയതുപോലെ താൻ സഞ്ചരിച്ച് എവിടെങ്കിലും ഒക്കെ ചെന്ന് നിൽക്കും. और अपनी मर्जी के अनुसार वे लोग घूम फिर कर वे लोग कहीं पर भी जाकर रुक जाते हैं. കാരണം എന്നോട് പ്രവചിച്ചു പറഞ്ഞ പ്രവാചകൻ കള്ളനാണ്. कारण उसके बाद कहते हैं कि मुझसे जो भविष्यवाणी दिया हुआ जो भविष्यवक्ता है वे झूठा है. എന്നോട് പറഞ്ഞ ദൈവം, ആമേൻ, ദൈവം ഇതുവരെ അത് പാലിച്ചിട്ടില്ല. परमेश्वर ने जो मुझसे कहा है प्रभु ने अभी तक मेरे जीवन में पूरा भी नहीं किया है. പ്രവാചകനും ദൈവനാമം നിന്ദിക്കാൻ അത് കാരണമായി തീരും. और परमेश्वर के दास को और प्रभु के नाम का निंदा का वो एक कारण बन जाते हैं. ഇന്ന് പകൽ ദൈവം പറഞ്ഞ വാക്തത്വത്തിൽ ദൈവം വിശ്വസ്തനാണ്. प्रभु के लोगों आज सुबह ये बात को याद रखना है कि परमेश्वर यदि वायदा किया है तो वायदाओं के प्रति प्रभु विश्वास योग्य है. എന്റെ മേൽ വാക്തത്വം ഇരിക്കുമ്പോൾ ദൈവം പറഞ്ഞ വഴിയിലാണോ ഞാൻ സഞ്ചരിക്കുന്നത് എന്നോട് സൂക്ഷിച്ചു നോക്കുക. जब परमेश्वर का वायदा मेरे ऊपर ठहरा रहता है तो परमेश्वर ने कहा हुआ रास्ते में मैं चल रहा हूं या नहीं, इसके बारे में हमें समझना जरूरी है. വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട്, സമയത്തിന് പ്രാധാന്യമുണ്ട്, സ്ഥലത്തിന് പ്രാധാന്യമുണ്ട്. लोगों का जीवन में प्राथमिकता है, समय की प्राथमिकता है और सारे अनुभवों का एक प्राथमिकता रखा हुआ है. ഇത് മൂന്നും ഒരുമിച്ച് വരുന്നവരെ നിന്നോടുള്ള വാക്തത്വം ദൈവത്തിന് നിവർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ. और ये सब एक साथ जब कार्य करेंगे तब ही परमेश्वर आपके प्रति जो वायदाओं को देता है वे आपके जीवन में पूरा कर पाएंगे. ഞാൻ ദൈവശബ്ദം കേട്ട് മറ്റൊരു മലയിൽ നിന്ന് അത് പ്രാപിക്കാൻ കഴിയത്തില്ല. मैं परमेश्वर की आवाज सुनकर दूसरा एक पर्वत पर जाकर खड़े रहूंगा तो मैं प्रभु की वायदाओं को प्राप्त नहीं कर पाऊंगा. ഞാൻ വാക്തത്വം കേട്ട് മറ്റൊരു ഉപദേശത്തിൽ നിന്നാൽ അതിനെ പ്രാപിക്കാൻ കഴിയത്തില്ല. मैं वायदाओं को प्राप्त करते हुए अलग उपदेशों में मैं जाकर खड़ा रहूंगा तो मैं अपने जीवन में वायदाओं को प्राप्त नहीं कर पाऊंगा. ദൈവരാജ്യത്തിന് പ്രിൻസിപ്പിൾ ഉണ്ട്, അതിനകത്തെ അനുഗ്രഹത്തെ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. परमेश्वर के राज्य के अंदर एक एक बुनियाद और सिद्धांत है, उसी में रहे तो ही मैं अपने प्रभु की वायदा प्राप्त कर पाऊंगा. ദൈവത്തിന്റെ മകനായിരുന്നു ആമേൻ ആദാം എന്ന് പറയുന്നത്. आदाम जो है परमेश्वर का बेटा था.
ദൈവിക കൽപ്പന ലംഘിച്ചപ്പോൾ ദൈവത്തിന് മറ്റൊരുവനെ അവൻ ആവശ്യമായിരുന്നു. और परमेश्वर की आज्ञाओं को जब उन्होंने उल्लंघन किया तो अगला एक बेटे का प्राप्त या अब अगले एक बेटे को खड़ा करना परमेश्वर का एक जरूरी रहा बात रहा। തന്റെ മകനെ കൊടുക്കാൻ ദൈവിക അനുഗ്രഹങ്ങൾ തന്റെ പക്ഷത്തുണ്ടായിരുന്നു. और अपने बेटे को देने के लिए सारी प्रभु की आशीषें प्रभु के पास प्रभु ने रखा हुआ है। എന്നാൽ അത് അബ്രഹാമിന്റെ മേൽ കൈമാറുവതക്കാണോ ഇടയായി തീർന്നു. और वो आशीषों को अब्राहम के जीवन में देने के लिए प्रभु तैयार रहा। കാരണം ദൈവിക പദ്ധതിക്ക് വിരോധമായി അവൻ ചലിക്കുന്നത് ആണ് അതിന് കാരണം. कारण ये था क्योंकि वे परमेश्वर की योजना के विरोध में जा रहे थे, यही उसका जीवन का कारण रहा है। ദൈവിക പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തന്റെ മകനെ പോലും തനിക്ക് അനുഗ്രഹിക്കാൻ കഴിയത്തില്ല. यदि परमेश्वर की योजना के अनुसार प्रभु की बातों के अनुसार यदि हम जाते नहीं हैं तो अपने बेटा भी क्यों ना हो वे अपने बेटे को आशीष नहीं दे पाएंगे। അതുകൊണ്ട് ദൈവത്തിന് മറ്റൊരുത്തനെ ആവശ്യമായി വന്നു. इसलिए परमेश्वर को एक दूसरा व्यक्ति की आवश्यकता पड़ी। ഈ കാലഘട്ടത്തിൽ ദൈവം നോക്കുകയാണ്, ദൈവിക വാഗ്ദത്തമുണ്ട്, പക്ഷെ നീ ദൈവത്തിന്റെ വഴിയിൽ അല്ലെങ്കിൽ ദൈവത്തിന് മറ്റൊരുത്തനെ ആവശ്യമുണ്ട്. आज इन दिनों में परमेश्वर इस प्रकार से देख सकता है कि आपके अंदर प्रभु की वायदा है लेकिन आप प्रभु की योजना के अनुसार प्रभु के राह में नहीं चल रहे हैं तो दूसरा एक व्यक्ति को प्रभु ढूंढ निकालेगा। ഇന്ന് പകലിൽ രാജ്യങ്ങളെ തുടർന്ന് അഭിഷേകം എന്റെ അകത്തുണ്ട്. ആമേൻ. ദേശങ്ങളെ പിടിച്ചെടുക്കാനുള്ള അഭിഷേകം എന്റെ അകത്തുണ്ട്. आज सुबह के समय में राज्यों को छूने वाले देशों को बदलने वाला एक अभिषेक मुझ में है। പക്ഷെ എന്റെ സമയങ്ങളെ നഷ്ടപ്പെടുത്തിയാൽ എനിക്ക് മറ്റൊരുത്തനെ എഴുന്നേൽപ്പിച്ചാൽ മതിയാകത്തുള്ളൂ. और मेरे जीवन में मैंने अपने समयों को यदि नष्ट करते जाऊं तो प्रभु मेरे बदले दूसरे एक को खड़ा करेगा। ഈ മീറ്റിംഗിനകത്ത് ദൈവം കയറ്റിയതിന്റെ പുറകിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. ये मीटिंग के अंदर परमेश्वर ने आपको ले आया है तो प्रभु आपके जीवन में एक बड़ी उद्देश्य को रखता है। ഞാൻ കേൾക്കുന്ന വചനത്തിന്റെ റിസൾട്ട് രാജ്യങ്ങളിലേക്ക് ചലിക്കാൻ ഇടയായി തീരണം. मैं जो वचन पाता हूं या वचन कहता हूं वो राज्यों को बदलने का एक कारण मेरे जीवन में रहना है। ജ്ഞാനമായി വിടുവിക്കപ്പെടാനുള്ള വ്യക്തികളിലേക്ക് ഇത് കൈമാറാൻ കഴിയണം. मेरे जीवन से हमें जो छुटकारा पाए जाने वाले लोग हैं वे अपने जीवन में इसे प्राप्त करने का अवसर में जाना है। ഇല്ലെങ്കിൽ നീ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു കാലഘട്ടം മറ്റൊരുത്തരിൽ അറിയപ്പെടും. और नहीं ऐसा नहीं किया तो आपके रहते ही आपके जीवन में से जो अनुग्रह है प्रभु दूसरे के जीवन में बदल देगा। സകലത്തിനെയും വാഴ വിളിച്ച ആദാം ഇപ്പോൾ അടിമയായി മാറിയിരിക്കുകയാണ്. और सब में आमीन पहला बुलाया हुआ आदम जो है अब एक गुलाम की अवस्था में बदल गए हैं। സ്തോത്രം. സകലതും ദേശങ്ങളെ പിടിച്ചെടുക്കാൻ അധികാരം നിന്റെ കയ്യിലുണ്ട്, പക്ഷെ ഇപ്പോൾ നീ പലതിനും അടിമപ്പെട്ടിരിക്കുകയാണ്. और परमेश्वर ने आमीन हर एक आमीन चीजों को अपने वश में रखने का अधिकार आपको दिया हुआ है, परंतु आज आप बहुत सारे चीजों का गुलाम बनते जा रहे हैं। ഇന്ന് ഞാൻ പറയുമ്പോ നിന്റെ അടിമത്തങ്ങളിൽ നിന്ന് പുറത്തു വരിക. आज मैं ये बातों को जब कह रहा हूं आप अपने जीवन में उस गुलामी की अवस्था में से बाहर निकल कर आना। ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളിലേക്ക് നീ എൻ്റർ ആവുക. आपको प्रभु ने दिया हुआ जो वायदाएं हैं उस वायदाओं के अंदर आपको प्रवेश करना है। അങ്ങനെയെങ്കിൽ നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ദൈവ വാഗ്ദത്തങ്ങളെ നിറവേറാൻ കാരണമായി തീരും. ऐसा है तो आप आपके पीढ़ी के द्वारा आप और आपके पीढ़ी प्रभु में आशीषित होंगे और प्रभु ने कहा वो वायदाएं आप अपने जीवन में प्राप्त कर पाएंगे। ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് മറ്റാർക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. परमेश्वर ने आपके लिए जो तैयार कर रखा है और कोई उसे छीन कर नहीं ले जाएंगे। കാരണം ആട്ടുകൊറ്റൻ അവിടെ പിടിക്കപ്പെട്ട് കിടന്നപ്പോൾ ഒരു ക്ഷുദ്രജീവികളോ കാട്ടുജീവികളോ വന്യജീവികളോ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. और कारण यह है क्योंकि जब आमीन भेड़ उस झाड़ियों में फंसी हुई थी तो कोई भी प्रकार का वन्य जो जानवर है उसे छीन कर या फाड़ कर नहीं ले गए। കാരണം ദൂതൻ കാവലായി നിൽക്കുകയാണ്. कारण यह है क्योंकि परमेश्वर का दूत जो है स्वर्ग दूत जो है उसके लिए आमीन एक रखवाली के समान खड़ा था। അങ്ങനെയാണെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് ജോലിയുമായുള്ള ബന്ധത്തിനകത്ത് മിനിസ്ട്രിയുമായുള്ള ബന്ധത്തിനകത്ത് മറ്റാരും കൊണ്ടുപോകാൻ ഇടയാകത്തില്ല. ऐसा है तो परमेश्वर ने आपके लिए जो तैयार रखा है आपकी सेवकाई के संबंधित आपकी नौकरी के संबंधित कोई और ले जाने का अनुमति प्रभु नहीं देगा।
നിനക്ക് വേണ്ടി ദൂതന്മാർ കാവലായി ആയിരിക്കുകയാണ്. आपके लिए परमेश्वर अपने स्वर्गदूतों को उसके प्रति रखवाली के रूप में रखा हुआ है। അവൻ ദൈവം തരുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതേ തരത്തുള്ളൂ. जब परमेश्वर देता है तो सबसे उत्तम प्रभु आपको देगा। യാഗപീഠത്തെ കുറിച്ച് ഒത്തിരി വിവരിക്കാനുണ്ട്, പക്ഷെ സമയം നമ്മുടെ മുമ്പിലില്ല. ये आमीन, बलिदान के या वेदी के विषय में बहुत सारी बातों को विवरण करना है, लेकिन समय हमारे पास ज्यादा नहीं है। അവൻ ദൈവത്തിന് യാഗം കൊടുക്കുന്നത് ഊനമില്ലാത്തത്, മുടന്നില്ലാത്തത്, അവൻ മുറിവേക്കാത്തത്, അവൻ ദൈവത്തിന് യാഗം കഴിക്കുന്നത്. और जो परमेश्वर के लिए बलिदान करता है वो ना कोई किसी डाक का डब्बे का और ना तो कोई प्रकार का आमीन कोई कोई प्रकार की कमी उसमें ना दिखाया जाए। ऐसे एक परिपूर्ण आमीन भेड़ को आमीन प्रभु की उपस्थिति में आमीन बलिदान को करना जरूरी है। ദൈവം തരുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും. परमेश्वर जो देता है वे सबसे उत्तम हमारे जीवन में वो देता है। അങ്ങനെയാണെങ്കിൽ വിശ്വസ്തയുടെ ദൈവസന്നിധി പ്രാപിക്കാൻ തക്കവണ്ണം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ऐसा है तो विश्वास योग्यता के साथ परमेश्वर की उपस्थिति में प्राप्त करने के लिए हम अपने आप को प्रभु के हाथों में समर्पित कर दे। നമ്മളത് പ്രാർത്ഥിച്ചാട്ടെ. യാഗത്തെയും യാഗപീഠത്തെയും അറിയുന്ന ഒരു തലമുറ പുറത്തു വരട്ടെ. हम इन दिनों में प्रार्थना करेंगे कि बलिदान और बलिदान के वस्तुओं को अच्छी रीति से जानने वाला एक पीढ़ी इन दिनों में बाहर निकल कर आए। ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്തിന്റെ തലമുറകൾ പുറത്തു വരട്ടെ. इसहाक के समान वायदाओं के संतान इन दिनों में बाहर निकल कर आने दे। ഗലാത്യ ലേഖനം പറയുന്നത് പോലെ തകർച്ചയുടെ ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. और गलातियों की पत्री में जैसे बताया जाता है ऐसी एक आमीन इतिहास फिर से रचने ना दे। ഇന്ന് പകല് ജനിക്കേണ്ടത് ഇസ്ഹാക്കാണ്, ഇസ്മായേലുമാരല്ല. इन दिनों में इसहाक का जन्म होना है, इस्माइल का जन्म नहीं होना है। ദൈവിക സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. परमेश्वर के समय के लिए आप इंतजार करें। അതുകൊണ്ട് വചനം പറയുന്നത് ഈ ശക്തി ലഭിക്കുമ്പോഴും യെരൂശലേമിൽ തന്നെ കാത്തിരുന്ന് പ്രാപിക്കണം. और इसलिए प्रभु का वचन इस प्रकार से कहता है कि जब तक ये शामिन सामर्थ तुम प्राप्त न करे तब तक यरूशलेम में इंतजार करते रहना। എന്റെ വാഗ്ദത്തം എന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ പകരും. और जब तुम इंतजार करोगे तब मेरे वायदा जो प्रभु की आत्मा है उसे मैं तुम्हारे ऊपर उंडेलूंगा। പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങളുടെ മേൽ ശക്തി ലഭിച്ചിട്ട് ഒരു പുറപ്പാടുണ്ട്. और जब परमेश्वर की आत्मा तुम्हारे अंदर आएंगे तो आप अपने जीवन में एक सामर्थ्य प्राप्त करते हुए आप एक यात्रा में निकल पड़ेंगे। ഇതിനകത്ത് കാത്തിരിക്കുന്നവരുടെ മേൽ ആ ശക്തി ഇന്ന് പ്രഭാതത്തിൽ പകരാൻ പോവുകയാണ്. आज इन दिनों में प्रभु की उपस्थिति में इंतजार करने वाले लोगों के ऊपर परमेश्वर अपनी आत्मा को उंडेलने जा रहा है। ഇതിനകത്തിരിക്കുന്നവരുടെ മേൽ ശക്തമേറിയ ദൈവിക പുറപ്പാടുകളുണ്ട്. और आज यहाँ पर बैठे हुए लोगों के जीवन के अंदर एक बड़ा प्रभु का प्रभावी एक यात्रा प्रभु देने जा रहा है। അവൻ ഭൂമിയുടെ അറ്റം വരെ സഞ്ചരിക്കുന്ന അഭിഷിക്തന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. और इस पृथ्वी के छोर छोर तक पहुंचने के लिए यात्रा करने के लिए ऐसे प्रभु के अभिषिक्तों को प्रभु ने इसके अंदर रखा हुआ है। നിങ്ങളുടെ കയ്യിലൂടെ ശക്തന്മാരെ ശുശ്രൂഷകർ പുറത്തു വരും. और आप अपने जीवन से बड़े सामर्थी सेवकों को आमीन अपने जीवन में निकाल कर ले आएंगे। ഇന്ന് പ്രഭാതത്തിൽ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ചാട്ടെ. आज सुबह के समय में एक बार समर्पण करते हुए प्रार्थना करें। ഇന്ന് ഈ ശബ്ദം പുറപ്പെടുമ്പോൾ കുരുങ്ങി കിടക്കുന്ന വാഗ്ദത്തങ്ങൾ പുറത്തു വരികയാണ്. और जब प्रभु के हाथ में आप समर्पित हो जाते हैं तो आपके जीवन में फंसी हुई जो वायदाएं हैं वो आप अपने जीवन में प्राप्त कर पाएंगे। പാപത്തിന്റെ അടിമത്വത്തിൽ കിടക്കുന്ന തലമുറകൾ പുറത്തു വരികയാണ്. पाप के गुलामी में फंसे हुए अनेक ऐसी पीढ़ी इन दिनों में बाहर निकल कर आएंगे। എനിക്കറിയാം ഈ ശബ്ദം പുറപ്പെടുമ്പോൾ അതിനുള്ള ശക്തി കൂടെ പുറപ്പെടുന്നുണ്ട്. और मैं जानता हूं कि जब मैं अपनी आवाज को यहाँ से कह रहा हूं तो बहुत सारे पीढ़ियों को छुड़ाने वाला एक सामर्थ्य यहाँ से प्रकट हो रहा है। ഈ ശബ്ദത്തിന് പ്രതികൂലങ്ങളിൽ കിടക്കുന്നതിനെ വിടുവിച്ച് യഥാസ്ഥാനപ്പെടുത്താൻ കഴിയും. और ये आवाज जो है मुश्किलों में पड़े हुए लोगों को वहां से छुटकारा देकर एक स्वतंत्रता के अनुभव में वे चले जाएंगे। ഈ ശബ്ദം പുറപ്പെടുമ്പോ ദൈവം കണ്ടിട്ടുള്ളതിന്റെ ആമേൻ 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 ദൈവിക പദ്ധതികൾക്ക് പൂർത്തീകരിക്കപ്പെടാൻ പോവുകയാണ്.
और ये आवाज जब निकल पड़ेंगे तो परमेश्वर ने जिन जिन बातों को देखा है उसके प्रति एक यात्रा को प्रभु आरंभ करने में मदद करेगा। ഇതിനകത്തിരിക്കുന്ന രോഗികളുടെ മേൽ സൗഖ്യം വെളിപ്പെടാൻ പോവുകയാണ്. यहाँ पर बैठे हुए अनेक रोगियों के ऊपर परमेश्वर का चंगाई प्रभु प्रकट करने जा रहा है। ആ രോഗത്തിന് പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. और उस आमीन बीमारी के पीछे कार्य करने वाले हर एक प्रकार की शैतान की कार्यों को यीशु मसीह के नाम से हम दूर करते हैं। ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. परमेश्वर की सामर्थ आपके बीच में कार्य करने पाए। നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. हम प्रार्थना करने जा रहे हैं। കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. आमीन। अपनी आंखों को बंद करेंगे, प्रभु की उपस्थिति में हम सुने हुए वचन के सामने समर्पित करेंगे। ഇന്ന് പകൽ എനിക്ക് സന്ദേശം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. आज मुझे प्रभु का वचन जो है वो पूरा करने का पूर्तिकरण करने का समय मुझे नहीं हुआ है, എങ്കിലും കേട്ട വെളിപ്പാടിനകത്ത് നമ്മളെ തമ്മിൽ സമർപ്പിച്ചാട്ടെ. लेकिन सुना हुआ जो प्रकाशन है वचन का उसी में हम अपने जीवन को समर्पित करें। കർത്താവെ, അബ്രഹാമിനെ ഉപയോഗിച്ചതുപോലെ തലമുറകൾക്ക് രാജ്യം നൽകിയതുപോലെ ഞങ്ങൾക്ക് ദേശങ്ങളെ തരിക. प्रभु जैसे आपने अब्राहम को उपयोग किया, जैसे उसके संतानों को आपने राज्यों को प्रदान कर दिया, वैसे हमारे भी बीच में प्रभु आपका कार्यों को, देशों को, राज्यों को हमारे लिए दे प्रभु। ദൈവരാജ്യത്തിന് പ്രവർത്തിക്കാൻ എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണമേ. और परमेश्वर के राज्य में कार्य करने के लिए मुझे और सामर्थ्य बनाए प्रभु। ആത്മാവിന്റെ ശക്തി എന്നിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. आत्मा का कार्य मेरे जीवन से आप पूरा होने में मदद करें प्रभु। ദൈവശക്തിയിൽ പിന്മാറാതെ വണ്ണം ആമേൻ എന്നെ ഒന്ന് സഹായിക്കണമേ. परमेश्वर की उस कार्यों से पीछे ना हटते हुए उसी में आगे बढ़ते जाने के लिए प्रभु मुझे आप मदद करें। എന്റെ തലമുറകളെ ഒന്ന് ഉപയോഗിക്കണമേ. मेरे पीढ़ी, मेरे संतानों को तो उपयोग कर प्रभु। നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करेंगे। വാഗ്ദത്തങ്ങളെ വിശ്വസ്തനായ ഞങ്ങളുടെ കർത്താവേ, ഇന്ന് കേൾക്കപ്പെട്ട വചനത്തിനകത്ത് ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവർക്ക് വേണ്ടി വെച്ചിട്ടുള്ള വാഗ്ദത്തങ്ങളെ ഫുൾഫില്ല് ചെയ്യാൻ തക്കവണ്ണം ഇവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവെ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശങ്ങൾക്ക് വേണ്ടി ആമേൻ ആമേൻ നീ ഇതിനകത്ത് തലമുറകളെ എഴുന്നേൽപ്പിക്കണം കർത്താവേ. ഓ ഓ ഓ റമന ശബല ധാന ഹർത്തല ധാന ആമേൻ ഇവർ